എന്താക്കാം ബീച്ചിൽ പോകേണ്ട ഡ്രസ്സൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താക്കാം നമുക്ക് കുറച്ചു നേരം പോയി ബീച്ചിൽ നമ്മളെ റോൾസ് റോയ്സ് എടുത്തിട്ട് പോകണ്ട. പോയി നമ്മൾ റോൾസ് റോയ്സ് എവിടെ പോയി? ഇത് കാണുന്നില്ലല്ലോ. ഡേയ് എൻ്റെ റോൾസ് റോയ്സ് എവിടെ? അല്ല അവിടെ എന്നാ ഒന്നുമില്ല അല്ലേ. ഇവിടെ എൻ്റെ റോൾസ് റോയ്സ് കാണുന്നില്ല. അതെവിടെ പോയി? ഓ മോനെ, ഞാനൊരു സമാധാനത്തോടെ ഒന്ന് ബീച്ചിൽ പോകാൻ വിചാരിക്കുമ്പോ അതിന് പോലും സമ്മതിക്കൂല അളിയന്മാര്. എന്തായാലും നമുക്കങ്ങ് പോവാം, മറ്റങ്ങ് അന്വേഷിച്ചു നോക്കാം. അതൊക്കെ വിശ്വാസമാണില്ല. നമ്മുടെ സ്വന്തം ഗ്യാരേജൊക്കെ പണിയണം മക്കളെ, അല്ലാണ്ട് വേറെ പണി കിട്ടും. റിമോട്ട് ഗ്യാരേജ് സാറുണ്ട് കേസ് ഇവിടെ. നമുക്ക് എന്താക്കാം സാറിൻ്റെ അടുത്ത് പോയി സംസാരിച്ച് നോക്കാം. ഓക്കെ സാറിനോട് സംസാരിച്ച് നോക്കാം. സാറേ, എൻ്റെ റോൾസ് റോയ്സ് കാണുന്നില്ല സാറേ. ഞാൻ വീട്ടിൽ വെച്ച് എനിക്ക് ബീച്ചിൽ പോയി ഇറങ്ങിയതേനു. എന്ത് റോൾസ് റോയ്സ് കാണുന്നില്ല? അതാ എടാ പോയെ വെറുതെ കുറെ നാളായി ഒരു വെറുതെ പട്ടിക്കലും കൊണ്ട് വന്നത്. സാറേ സത്യം, സാറേ സത്യോ? അത് ഞാനൊന്ന് അന്വേഷിച്ച് പറയാം. ഓക്കെ സാറേ. അപ്പോൾ ഗൈസ് സാറ് അന്വേഷിച്ച് പറയാന്നാ പറഞ്ഞേ. ഈ സാറ് വരല്ല അന്വേഷിച്ച് പറയാൻ പറയും. എന്നിട്ട് ലാസ്റ്റ് കണ്ടുപിടിക്കില്ല. എന്തായാലും ഗൈസ് നമുക്ക് എന്താക്കി ഈ സിറ്റി ഒന്ന് എല്ലാവരും ഒന്ന് തപ്പി നോക്കാം. ഓക്കെ, നമുക്ക് എന്താക്കാം തപ്പാൻ പോവാം ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുക, ഈ ആരെങ്കിലും ഓടിച്ചു നടക്കുന്നുണ്ടാവും. എന്തായാലും നോക്കാം ഗൈസ്. ഇതെന്താണ് ഗൈസ്? ഇവിടെ ഫുള്ള് ഗ്രീൻ ഗ്യാങ്ങിൻ്റെ ഓട്ടങ്ങളാണല്ലോ. ഇതെന്താണ് പറ്റിയേ? ഇതൊന്ന് ഗ്രീൻ ഗ്യാങ് ആണല്ലോ. എന്താന്ന് പറഞ്ഞൂടെ? നമുക്ക് എന്താക്കാം ഫുള്ള് ഗ്രീൻ ഗ്യാങ്ങിൻ്റെ ആൾക്കാരാണല്ലോ. ഇതിപ്പോൾ എന്താ റെഡ് ഗ്യാങ് വന്നേ? എന്തെങ്കിലും ആട്ടെ. റെഡ് ഗ്യാങ്, ഗ്രീൻ ഗ്യാങ്, എന്തൊക്കെ ഗ്രീൻ ഗ്യാങ്ങാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഭയങ്കര ഗ്യാങ്ങുകളുണ്ട് ഗൈസ്. ഓരോ വണ്ടിയിലൊന്നും പറ്റിയില്ല. എൻ്റെ വണ്ടിയിലും പറ്റിയ പക്ഷെ മറിഞ്ഞു. ഓരോ വണ്ടിയിലൊന്നും പറ്റിയില്ല. വണ്ടിയുടെ ചില്ല് വരെ ഓടിപ്പോയി കണ്ടില്ലേ? എന്തെങ്കിലും നമുക്ക് മെല്ലെ പോകാം ഗൈസ്, അല്ലാണ്ട് വേറെ വഴിയില്ല. ഓക്കെ വേറെ കടച്ചിട്ടുണ്ട്. നമുക്ക് മെല്ലെ പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ എവിടെയും കാണുന്നില്ല. ആരെങ്കിലും ഓടിച്ച് ഇപ്പം പോയിക്കുണ്ടാവും. ഞാൻ ഇപ്പം ഡ്രസ്സ് എടുക്കാൻ സമയത്ത് പോയതാണ്. അതെന്താന്ന് വെച്ചാൽ പറയട്ടെ, ഞാൻ ഡ്രസ്സ് ഞാൻ കുടിക്കാൻ പോയിക്കാനും. അപ്പോൾ ഞാൻ കണ്ടിക്കാനല്ല എൻ്റെ റോൾസ് റോയ്സ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഗൈസ്. ഗൈസ് നമുക്ക് എന്താക്കി ഇവിടെ എവിടെയും കാണുന്നില്ല. നമുക്ക് എന്താക്കും ഒരു നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത്, ആ കൂട്ടുകാരൻ്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കാം ഗൈസ്. ഒന്ന് ഹാക്ക് ചെയ്ത് തരുമെന്ന്. എൻ്റെ അടുത്ത് നമ്പറൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് എന്താക്കാം ആ കൂട്ടുകാരൻ്റെ അടുത്ത് പോയി പറയാം, എൻ്റെ റോൾസ് റോയ്സ് കാണുന്നില്ല, ഇന്ന് കണ്ടുപിടിച്ച് തരാൻ ഹാക്കിങ് ചെയ്തിട്ട്. അയ്യോ, നമുക്ക് എന്താക്കാം വണ്ടി ഇവിടെ നിർത്തി വെക്കാം. ഈ മഞ്ഞ വീടാണ് ഗൈസ്. നമുക്കൊന്ന് ബെല്ലടിച്ച് നോക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ഇത് ഫുള്ള് ഹാക്കിങ്ങിൻ്റെ പരിപാടിയാണ് ഗൈസ്. എന്തായാലും നമുക്ക് ബെല്ലടിക്കാം ഗൈസ്. ഗൈസ് നമ്മളെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൻ്റെ ഒരു കാര്യം പറയാം. എടാ ഫ്രണ്ട്, എൻ്റെ ഇല്ല റോൾസ് റോയ്സ് ആരെ മോഷ്ടിച്ചടാ? എടാ എങ്ങനെയാടാ? മറ്റേ നമ്മളെ വൈറ്റ് റോൾസ് റോയ്സ് അല്ലേ, അതിങ്ങനെ മോഷ്ടിക്ക്? എന്താന്ന് പറഞ്ഞൂടാ, ഭയങ്കര മോഷ്ടിച്ചു. അവിടെ എന്താ ഇപ്പം ചെയ്യാ? ഞാനൊന്ന് ഹാക്ക് ചെയ്ത് നോക്കട്ടെ. എന്നാൽ വേഗം ഒന്ന് ഹാക്ക് ചെയ്തിട്ട് പറഞ്ഞു തരുമോ? അത് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം. ഞാൻ ഉള്ളൊക്കെ എഴുതി നോക്കട്ടെ കേട്ടോ. എടാ കിട്ടിയടാ. ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഹാക്കെല്ലാം കിട്ടിയ. താങ്ക് യു ടാ, താങ്ക് യു. താങ്ക് യു. എന്നാ ശരി, നാളെ കാണാം കേട്ടോ. ആടാ നമ്മൾ നാളെ കാണാൻ
അല്ല ഏതെങ്കിലും വഴി തെറ്റിപ്പോന്നൊരു സംശയം. ഓക്കെ, നമുക്ക് ഇവിടെ ജെറ്റ് പാക്ക് ഒപ്പിക്കാം. ജെറ്റ് പാക്ക് അവിടെ നിന്ന് ഒപ്പിക്കുക ഗൈസ്. അയ്യോ, ഇതാണ് ഗൈസ് നമ്മളെ ഈ നടുഭാഗത്ത് ഏതോ ഒരു സ്ഥലത്ത് നിന്നാണ് പറഞ്ഞേ. എന്തായാലും എന്താക്കാം. അയ്യോ, എൻ്റെ വണ്ടീന് ബ്രേക്ക് പോലും കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ, ഇനി എന്താക്കാം. ഈ ബിൽഡിങ്ങിന്റെ മുകളിലാണ് ഗൈസ് ഉള്ളത്. എൻ്റെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞേ. അതും നമ്മുടെ ഗ്രീൻ ഗ്യാങ് ആണ് ഗൈസ്. എന്തായാലും എന്താക്കാം, നമുക്ക് മെല്ലെ ഇവിടെ ഒരു ജെറ്റ് പാക്ക് ഞാനെല്ലാം ഇപ്പോൾ പാർക്ക് ചെയ്ത് വെക്കലുണ്ട്. അത് പോയി എടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളടുത്ത് ഒരു വെപ്പൺ പോലും ഇല്ല, ആകെ ഒരു ജെറ്റ് പാക്ക് ഉണ്ട് ഗൈസ്. എന്താക്കാം, നമുക്ക് ഈ ജെറ്റ് പാക്കും പോയി എടുത്തിട്ട് വേണം നമ്മളെ പരിപാടി സെറ്റ് ചെയ്യണം. ഇതിനൊരു കൺട്രോൾ കിട്ടുന്നില്ല ഗൈസ്. അത് നമ്മളെ റോൾസ് റോയ്സ് എടുക്കേണ്ടതാണ്. ഇത് ഞാൻ തൽക്കാലത്തേക്ക് ഒരു മേടിച്ചൊരു ഇവിടുത്തെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഗൈസ്. ഇവിടുന്ന് ഞാൻ മേടിച്ചാണ്, തൽക്കാലത്തേക്ക് മേടിച്ചാണ്. ഇതെന്തായാലും നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു നല്ല ജെറ്റ് പാക്ക് മേടിച്ചിട്ട് ആവശ്യം പിടിപ്പിക്കാം. എന്തായാലും എന്താക്കാം, നമുക്ക് മുകളിലോട്ട് മെല്ലെ പോയി നോക്കാം. എത്ര ആൾക്കാരുണ്ട് എന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. അതാ എൻ്റെ റോൾസ് റോയ്സ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ പോയി, അവരെവിടെയോ പോയി എന്നാ തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് എന്താക്കാം, മെല്ലെ റോൾസ് റോയ്സിലേക്ക് കയറാം. ഡേ, ഇങ്ങോട്ടാടാ പോന്നെ? ഡാ മക്കളെ സീനി, എന്റെ റോൾസ് റോയ്സ് എടുത്തിട്ട് എന്നാടാ കളിക്കുന്നത്? നിന്റെ റോൾസ് റോയ്സ് ഒന്ന് പോടാ. എന്റെ റോൾസ് റോയ്സ് എടുത്തിട്ട് എന്റെ പണ്ടത്തെ സ്വഭാവം എടുപ്പിക്കല്ലേ. ഒരുത്തനെ ഞാൻ പൂപ്പിച്ച്, രണ്ടായിരത്തന്നെ ഞാൻ പൂപ്പിച്ചിട്ടാ. എന്റെ പണ്ടത്തെ സ്വഭാവം എടുപ്പിച്ചിട്ടുണ്ടല്ലോ, ഗണ്ണ് വരെ ഉണ്ട് കേട്ടാ. ഞാൻ ഗണ്ണ് എടുക്കുന്നില്ല ഈ പ്രാവശ്യം എന്റെ ഫൈറ്റിങ്ങാ. ഇത്രയും ആൾക്കാരെ പൂപ്പിച്ച് എനിക്കൊക്കെ എന്താണ് പേടിയില്ലടാ. എന്ത് പേടി? ഗ്രീൻ ഗാങ്ങാല പോലും ഗ്രൂൺ ഗാങ്ങ. അടുത്ത ദിവസം ഗ്രീനിന്റെ മെയിൻ ആൾക്കാരായിട്ട് എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മളെ റോൾസ് റോയ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും ആൾക്കാർ എവിടുന്ന് വന്നാല് ആർക്കറിയാം. എന്തായാലും പെർഫെക്റ്റ് ലാൻഡ് ആക്കണം. നമുക്ക് ആകെ ഒരു വഴിയാണുള്ളൂ. കാണിപ്പിക്കാനേ വല്ല പ്രശ്നമുണ്ടേ കുഴപ്പമൊന്നുമില്ല, നമുക്ക് റെഡിയാക്കാം. ചാടുന്നുണ്ട് കയറ്റിയേ. അയ്യോ ഗൈസ്, പോയി ഒന്ന് പെറുക്കട്ടെ ഗൈസ്. നമ്മളിതാ പെറുക്കിയിട്ട് ഡിക്കിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അയ്യോ, ഫുള്ള് തകരാറായിപ്പോയി. ഇനി എന്തായാലും ഇവിടം വരെ വന്നേല്ലേ, ഒന്ന് ഷോറൂമിൽ പോയിട്ട് വണ്ടി ഒന്ന് റെഡിയാക്കിയിട്ട് വരാം ഗൈസ്. വന്നാ പിന്നെ ഒന്ന് റെഡിയാക്കിയിട്ടില്ല കാര്യം. വണ്ടി ഫുള്ളൊന്ന് പോയിട്ടിരിക്കുന്നുണ്ട്. എന്തായാലും എന്താക്കാം, നേരെ അങ്ങ് പോവാം. ഓക്കെ, ഇവിടെ തന്നെയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ഷോറൂം. എന്നാലും ഷോറൂമിൽ പോയിട്ട് വരെ പൊട്ടിച്ചിട്ട് കൊള്ളി. ഇത് ഫുള്ള് മോഡിഫൈഡ് ചെയ്തെടുക്കാം ഗൈസ്. ഡിക്കി വരെ ആകെ 2 ഡോറാണ് ബാക്കിയുള്ളത്. എന്തായാലും എന്താക്കാം, ഈ വണ്ടി നമുക്ക് റിപ്പയർ ചെയ്യാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിതാ ഇത് മോഡിഫൈഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് എന്താക്കി ഈ റോൾസ് റോയ്സ് സുരക്ഷിതമായി നമുക്ക് വീട്ടിലേക്ക് എത്തിക്കേണ്ടതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്താക്കാം, ഈ റോൾസ് റോയ്സ് എടുത്തിട്ട് എന്താക്കാം, നേരെ വീട്ടോട്ടേക്ക് പോവാം ഗൈസ്. ഇത് വലിയ 1 ലക്ഷം രൂപയാണ് ഗൈസ് ഇത് റെഡിയാക്കാൻ വന്നത്. ഈ വണ്ടി മേടിക്കുമ്പോൾ ഒരു കൂടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടി ആയതുകൊണ്ട് ഞാൻ മേടിച്ചാണ്. കുറേ ലോണൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ് ഈ വണ്ടി മേടിക്കാൻ. ഞാൻ എന്തായാലും എന്താക്കും, എൻ്റെ ഫേവറേറ്റ് വണ്ടി വല്ല എടുത്തുകൊണ്ടേ ഒരു സുപ്രീം BMW മേടിക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും എന്താക്കാം, നമ്മൾ
നമ്മളെ റോൾസ് റോയ്സ് കൊണ്ട് നേരെ പോവാം. ഓക്കെ, പോവാം. ഇവരൊക്കെ എങ്ങനെയാണ് ഈ നമ്മളെ വണ്ടി അതിൻ്റെ മുകളിലേക്ക് കയറ്റുന്നത്? അതാൾക്ക് ഒരു പിട്ടി കിട്ടുന്നില്ല ഗൈസ്. അയ്യോ, എൻ്റെ വണ്ടി ജസ്റ്റിസിനെ ഗൈസ് അയാളെ ഇടിക്കാൻ പറ്റില്ല. ജസ്റ്റിസിന് വേഗം വീട്ടിലെത്താം. അയ്യോ അമ്മച്ചി, ഈ വണ്ടിനാണ് ഇച്ചിരി കൺട്രോൾ കുറവൊക്കെയാണ്. അപ്പോൾ വീണിക്കില്ലേനോ? അതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊന്നും റെഡിയാക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞേ. റെഡിയാക്കണമെങ്കിൽ പുതിയ വണ്ടി മേടിക്കണമെന്ന് പറഞ്ഞേ. പക്ഷെ ഈ വണ്ടീനെ വിട്ടിട്ട് വേറൊരു വണ്ടി ഞാൻ മേടിക്കില്ല. അയ്യോ, കറക്റ്റായിട്ട് എന്താക്കിയിട്ടുണ്ട്. ഒരു പാവം പോറല് പോലും വരുത്താണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഗൈസ് എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.